അപ്പോൾ ആ വിജയ നിമിഷമാണ് നമ്മൾ കാണുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ ജന്തർ മന്ദിർ സമരവേദിയിൽ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്ബാൽ പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഇക്ബാൽ പറയൂ. ഇതിനു മുമ്പ് രാജ്യത്തെ കർഷകരുടെ മുമ്പിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മുട്ടുമടക്കിയത്. പക്ഷേ ഇപ്പോൾ ഇതിനു മുൻപ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ മുമ്പിലും ശരി ഇക്ബാൽ എന്ന പ്രേക്ഷകരും എല്ലാ പ്രേക്ഷകരും ഈ സമരത്തിന് വലിയ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ കസേര തെറിഞ്ഞിരിക്കുന്നു, രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇർഷാദ് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു പ്രേക്ഷകനുണ്ട്. ഇർഷാദ് പറയൂ. ഈ സമരം ഒരിക്കലും ഈ സമരം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്തത്, ഇനിയുള്ള ഭാവിയിലുള്ള ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ സമരം അത്രയ്ക്ക് ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തെടുത്ത വിജയമാണ്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടതാണ്. ശരി, അങ്ങനെ പല പ്രതികരണങ്ങൾ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് അഭിമാനിക്കാവുന്ന ദിവസമാണ്. എല്ലാ മനുഷ്യരും മനസ്സുകൊണ്ടെങ്കിലും അങ്ങനെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട്, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിമിഷങ്ങളാണ് നമ്മൾ പല പ്രതികരണങ്ങളുടെയും കണ്ടത്.